ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 22. ചെയ്തു തെറ്റ് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്നവരോട് ക്ഷമിക്കുവാനാണ് ഞങ്ങളെ ചേച്ചിമാ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ കണ്ണിന് അത് സത്യമുള്ളതാണ്. മനുഷ്യന്മാരല്ലേ, ദേഷ്യം വരുമ്പോൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും മനസ്സറിവോടെ ആയിരിക്കില്ല. അതെനിക്കും അറിയാം. എനിക്ക് സാറിനോട് ദേഷ്യമില്ല, സങ്കടം മാത്രമേ ഉള്ളൂ. അതുതാ ഇപ്പൊ തീർന്നു. അതുകൊണ്ട് ഇന്നലത്തെ കാര്യം ആലോചിച്ച് സർ കൂടുതൽ വിഷമിക്കണ്ട. പിന്നെ സർ ദേഷ്യത്തിൽ പറഞ്ഞതാണെങ്കിലും ആ പറഞ്ഞത് മൊത്തം സത്യം തന്നെയാണ്. ഞങ്ങൾ പാവപ്പെട്ടവർ തന്നെയാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത ഞങ്ങളെ ചേച്ചിയമ്മ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നതും വളർത്തുന്നതും. സ്വന്തം നില മറന്നാണ് ഇന്നലെ എന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായത്. എന്തായാലും നടന്നത് പരസ്പരം നമുക്ക് മറക്കാം. ഇനി ഒരിക്കലും കാണാനിടയില്ലാത്ത നമ്മൾ വെറുതെ വിദ്വേഷം വെച്ച് നടക്കണ്ടല്ലോ. ചെറുചിരിയോടെ അവൾ പറഞ്ഞു. അഞ്ചു പറയുന്നതെല്ലാം ആശ്ചര്യത്തോടെയാണ് കിച്ചു കേട്ടിരുന്നത്. അവളുടെ പ്രായത്തിൽ കവിഞ്ഞ പക്വത നിറഞ്ഞ സംസാരം അവനെ അത്ഭുതപ്പെടുത്തി. അതിൽ കൂടുതൽ അവൾ തന്നോട് ക്ഷമിച്ചു എന്നുള്ളത് അവനെ സന്തോഷിപ്പിച്ചു. അപ്പോ തനിക്കിപ്പോ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? നിഷ്കളങ്കമായി ചോദിക്കുന്ന കിച്ചുവിനെ കണ്ടതും അവനെ നോക്കി പുഞ്ചിരിച്ച് ഇല്ല എന്നവൾ തല അനക്കി. വാതിൽ തുറക്കോ, എനിക്ക് പോണം. അഞ്ചു ചോദിച്ചതും കിച്ചു വേഗം ഡോർ തുറന്ന് പുറത്തിറങ്ങി അഞ്ജുവിന്റെ ഡോർ തുറന്നു കൊടുത്തു. പൂളിലെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോഴും ദേവുവിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ജെയിംസ് പറഞ്ഞ വാക്കുകൾ അവളിൽ ആശങ്കയുണ്ടാക്കി. അവൻ ഇനി വെറുതെ ഇരിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ശത്രുക്കളുടെ എണ്ണം കൂടുകയാണല്ലോ ഭഗവാനെ. ഒരു നിമിഷം അമ്മച്ചി വരാൻ വൈകിയിരുന്നെങ്കിൽ. ആ ഓർമ്മ പോലും അവളെ തളർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സത്യം തുറന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുമായിരുന്നില്ല. മാനം നഷ്ടപ്പെട്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ തനിക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ വന്നാൽ എന്റെ അഞ്ജുവിന്റെയും അനുവിന്റെയും അമ്മുമോളുടെയും അവസ്ഥ എന്താകുമായിരുന്നു? മേരി അവിടെ തക്ക സമയത്തെത്തിച്ച ദൈവങ്ങളോട് അവൾ മനസ്സാലെ നന്ദി പറഞ്ഞു. അടുത്ത് പരിചിതമായ പെർഫ്യൂമിന്റെ ഗന്ധം കിട്ടിയതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് തിരിഞ്ഞു നോക്കി. തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ദേവിയെ കണ്ടതും അവൾ മുഖത്ത് ഒരു ചിരി വരുത്തുവാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. നീ എന്തിനാ കരഞ്ഞത്? അവൾ അടുത്തേക്ക് ചെന്ന് ദേവി ചോദിച്ചതും എന്തു പറയുമെന്നറിയാതെ അവൾ നിന്നു. ഏയ്, ഞാൻ കരുതില്ല, സാറിന് തോന്നിയതാവും. അത്രയും പറഞ്ഞ് അവന് മുഖം കൊടുക്കാതെ മുന്നോട്ട് നടന്ന ദേവുവിന്റെ കയ്യിൽ ദേവി പിടിച്ചു നിർത്തി. എനിക്കറിയാം നീ എന്തിനാ കരഞ്ഞതെന്ന്. ദേവി പറഞ്ഞതും ദേവു ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. അവനെല്ലാം അറിഞ്ഞു എന്നവൾ സംശയിച്ചു. സോറി ഭദ്ര, നേരത്തെ ദിയെ കാണിക്കുവാൻ വേണ്ടിയാണ് തന്നോടൊപ്പം ഞാൻ ഡാൻസ് ചെയ്തത്. ബട്ട് തന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. തന്റെ ഭർത്താവ് ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ തെറ്റിദ്ധരിക്കും എന്ന് കരുതിയാവും ഈ സങ്കടം. താൻ പേടിക്കണ്ട. വേണമെങ്കിൽ ആളായി അറിയുന്നതിന് മുന്നേ ഞാൻ ചെന്ന് സംസാരിക്കാം. തനിക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഹസ്ബൻഡിനോട് സംസാരിക്കാം. ദേവിയുടെ വാക്കുകൾ ദേവുവിന് ആശ്വാസം നൽകി. അവനൊന്നും അറിഞ്ഞിട്ടില്ല എന്നത് അവളുടെ ഭയം അകറ്റി. സാർ ബുദ്ധിമുട്ടണ്ട. എനിക്കിന്ന് ഇവിടെ നടന്ന കാര്യങ്ങളെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതും എന്റെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും. ചെറുചിരിയോടെ ദേവു പറഞ്ഞതും. അതെന്താടോ, തന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ തന്റെ ഭർത്താവിന്? എന്തുകൊണ്ടോ അവളുടെ ഭർത്താവിനെ പറ്റി കൂടുതൽ അറിയണമെന്ന് ദേവി മനസ്സിൽ ഉറപ്പിച്ചു. സർ, ഞാനിവിടെ ജോലിക്ക് വരുന്ന ആളാണ്. അത് ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതല്ലാതെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആരുമായും പങ്കുവെക്കുന്നത് എനിക്കിഷ്ടമല്ല. അവൾ എടുത്തടിച്ച മറുപടി പറഞ്ഞതും അവന് ദേഷ്യം വന്നു. പക്ഷേ അവളോട് ഒന്നും പറഞ്ഞില്ല. സർ, കൈവിട്. അപ്പായി എന്നെ കൊണ്ടാക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. ദേവു പറഞ്ഞപ്പോഴാണ് താൻ ഇത്രയും നേരം അവളെ കൈ പിടിച്ച് നിന്നുകൊണ്ടാണ് സംസാരിച്ചിരുന്നത് എന്ന് അവൻ ഓർത്തത് തന്നെ. വേഗം അവളിൽ നിന്നും അവൻ കൈ പിൻവലിച്ചു. അപ്പായി അല്ല, അമ്മച്ചി എന്നോടാ നിന്നെ കൊണ്ടാക്കാൻ പറഞ്ഞത്. വാ പോകാം. ദേവി പറഞ്ഞതും അവൾ ഞെട്ടി. തന്നെ ദേവിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് ദേവുവിന് നന്നായി അറിയാം. അങ്ങനെയുള്ളപ്പോൾ ഇപ്പൊ തന്നെ കൊണ്ടാക്കാൻ തയ്യാറാവുന്നത് മേരി നിർബന്ധിച്ചിട്ടാവും എന്ന് അവൾക്ക് മനസ്സിലായി.
വേണ്ട സർ, ഞാൻ പോയിക്കോളാം, സർ ബുദ്ധിമുട്ടണ്ട. അവനെ നോക്കാതെ അവൾ പറഞ്ഞതും അവനും അവളെ രൂക്ഷമായി നോക്കി. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവാത്ത ഒരു ബുദ്ധിമുട്ടും തിരിച്ചു കൊണ്ടാക്കാൻ എനിക്കില്ല. താൻ വാ. അത്രയും പറഞ്ഞ് ദേവി ദേവുവിന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ആ പോക്ക് കണ്ട് ദൂരെ നിന്നിരുന്ന ദേവിയുടെ കണ്ണിൽ പകയാളി. തന്നെ അവഗണിച്ച് കൂടെ ഡാൻസ് കളിക്കാൻ കൂട്ടാനും സ്വാതന്ത്ര്യത്തോടെ കൈ പിടിച്ച് സംസാരിക്കാനും അവൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അവനും അവൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. ഇല്ല, ദേവി എന്റെയാ. അവന്റെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണിനെയും കടന്നു വരാൻ ഈ ദിയ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. മനസ്സിലുറപ്പിച്ച് അവൾ തിരിഞ്ഞു നടന്നു. കിരണേട്ടാ. അനുവിന്റെ വിളി കേട്ടതും ആലോചനയിൽ നിന്ന് പുറത്തു കടന്ന് കിരൺ അമ്മു മോളെ കൊണ്ട് കട്ടിലിൽ കിടത്തി. അനു മോളെ പുതപ്പിക്കുന്നതും നെറ്റിയിൽ ഉമ്മ വെക്കുന്നതും ഒട്ടൊരു കൗതുകത്തോടെ അവൻ നോക്കി നിന്നു. പെട്ടെന്ന് തോളിലൊരു കൈ പതിച്ചതും അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി ചുണ്ടിൽ ഒരു കള്ളച്ചിരിയുമായി നിൽക്കുന്ന കിച്ചുവിനെ കണ്ടതും അവന് അപകടം മണത്തു. അരികിൽ നിൽക്കുന്ന അഞ്ജുവിന്റെ ശ്രദ്ധ അമ്മു മോളിലാണെന്ന് കണ്ടതും അവൻ കിച്ചുവിനെ നോക്കി ഇളിച്ചു കാണിച്ചു. എല്ലാം മനസ്സിലായി എന്ന പോലെ അവൻ തലയാട്ടിയതും കിരൺ ചമ്മലോടെ മുഖം തിരിച്ചു. രാത്രി ആയതുകൊണ്ടും പെൺകുട്ടികളായവർ ഒറ്റയ്ക്കായതുകൊണ്ടും കിരണും കിച്ചുവും യാത്ര പറഞ്ഞ് പെട്ടെന്നിറങ്ങി. എന്നാൽ കുറച്ചു ദൂരം നടന്നതും കിച്ചു തിരിഞ്ഞ് അഞ്ജുവിനടുത്തേക്ക് നടന്നു. താനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇനി ഒരിക്കലും കാണാനിടയില്ലാത്തവർ തമ്മിൽ വിദ്വേഷം വേണ്ട എന്ന്. വേണ്ട, വിദ്വേഷം വേണ്ട. പക്ഷേ നമ്മൾ തമ്മിൽ ഇനിയും കാണും, ഒന്നല്ല പലവട്ടം. ചുണ്ടിൽ ചെറുചിരിയോടെ അവൻ അത് പറഞ്ഞ് തിരിഞ്ഞു നടന്നതും അവൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാവാതെ അഞ്ജു പകച്ചു നിന്നു. എന്താ അഞ്ജു ആ സാർ അങ്ങനെ പറഞ്ഞേ? അനു വന്ന് സംശയത്തോടെ അവളോട് തിരക്കി. ആർക്കറിയാം, നീ വാ, നമുക്ക് അകത്തേക്ക് പോകാം. അനുവിനെ കൂടുതൽ സംസാരിപ്പിക്കാതെ അഞ്ജു അകത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ അഞ്ജുവിന്റെ മനസ്സിലും കിച്ച് എന്താണ് ഉദ്ദേശിച്ചത് എന്നൊരു സംശയമുണ്ടായിരുന്നു. കാർ ഡോർ തുറന്ന് അകത്ത് കയറിയ കിരൺ കാണുന്നത് ചിരിച്ച് എന്താ ആലോചിച്ചുകൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്ന കിച്ചുവിനെയാണ്. എന്താടാ ഇത്ര കിളിക്കാൻ? അല്ല, അഞ്ജു നിന്റെ കൂടെ വരുന്നത് കണ്ടല്ലോ. നീ സോറി പറഞ്ഞോ അവളോട്? ഞാൻ സോറിയും പറഞ്ഞ് അവൾ ക്ഷമിക്കുകയും ചെയ്തു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, അവളെ ഇനി കാണുന്ന ദിവസം അവളെ കാലിൽ വീണിട്ടായാലും അവളുടെ വായിൽ നിന്നും ക്ഷമിച്ചു എന്നൊരു വാക്ക് വാങ്ങിക്കുമെന്ന്. അത് നടന്നു. കിച്ചു പറയുന്നത് കേട്ടതും കിരണിന് ദേഷ്യം വന്നു. അപ്പൊ നീ എനിക്ക് തന്ന വാക്ക് പാലിക്കാനാണോ അവളോട് ക്ഷമ ചോദിച്ചത്? അല്ലാതെ കുറ്റബോധം തോന്നിയിട്ടല്ലേ? ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. എന്റെ പ്രവൃത്തി നിന്നെ കൂടുതൽ വിഷമിപ്പിച്ചു എന്ന് മനസ്സിലായപ്പോൾ നിന്റെ വിഷമം മാറ്റാൻ വേണ്ടി തന്നെയാ അവളോട് സോറി പറയാൻ തയ്യാറായത്. അവൾ ഇന്ന് ഒഴിഞ്ഞു മാറി നടന്നപ്പോൾ എനിക്ക് വാശിയായിരുന്നു. പക്ഷേ അവളോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അഹങ്കാരത്തോടെ സംസാരിക്കും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് നല്ല പക്വതയോടെ അവൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ റിയലി ഐ ആം ഫ്ലാറ്റ്. പിന്നെ ചോദിച്ചതും പറഞ്ഞതുമൊക്കെ ആത്മാർത്ഥമായിട്ടായിരുന്നു. എല്ലാം പറഞ്ഞ് അവൾ എനിക്കൊരു നിറഞ്ഞ പുഞ്ചിരി തന്നു. എന്താ പറയാ, ഇന്ന് വരെ എനിക്ക് തോന്നാത്തൊരു സന്തോഷം. അവൾ ചിരിക്കുമ്പോൾ വിടരുന്ന കണ്ണുകൾ, ആ മൂക്കിൽ അവളുടെ മുഖത്തിന് കൂടുതൽ ഭംഗി നൽകുന്ന വെള്ളക്കൽ മുക്കുത്തി. ഉഫ്, സോറി പറയാൻ വന്നിട്ട് അവളെ ഭംഗി വർണ്ണിക്കുന്നോ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് പറ്റി. നീ സോറി പറഞ്ഞു, അത് അവിടെ തീർന്നു. ചെറിയ കുട്ടിയാണ്, വെറുതെ തമാശയ്ക്ക് പോലും അതിനെ പ്രതീക്ഷ കൊടുക്കരുത്, കേട്ടല്ലോ? പറഞ്ഞു തീർത്ത് കിച്ചുവിനെ നോക്കിയപ്പോൾ തന്നെ നോക്കിയിരുന്ന് ചിരിക്കുന്ന കിച്ചുവിനെയാണ് കിരൺ കാണുന്നത്. എന്താടാ കോപ്പേ, നീ എന്നെ തന്നെ നോക്കിയിരുന്ന് ഇരിക്കുന്നത്? അല്ല, എന്നെ ഉപദേശിക്കുന്ന ഈ മഹാനെ ഞാനൊന്ന് നോക്കിയതാ. അല്ല അളിയ, നീ അകത്തു നിന്ന് ചോര ഊറ്റിയതും ചെറിയ കുട്ടിയെ തന്നെയല്ലേ? നിനക്കൊരു ന്യായം, എനിക്ക് വേറൊന്നോ? നടക്കില്ല മോനെ കിരണേ. കിച്ചു പറഞ്ഞതും കിരൺ ചൂളി. അത് വിട്. പിന്നെ ഞാൻ അവളെ കാര്യത്തിൽ സീരിയസ് ആണോ അല്ലയോ എന്ന് ഇപ്പോഴും ഞാൻ ഷുവറല്ല. എന്തോ ഒരു സ്പാർക്കുണ്ട്. അറിയാം അവൾ ചെറിയ കുട്ടിയാണ് എന്ന്. പക്ഷേ എന്താ അവളോടൊരു ഫീലിംഗ് എനിക്കുണ്ട്. അത് പ്രേമമാണോ അല്ലയോ എന്ന് അറിയില്ല.
അതിനൊരു ഉത്തരം കിട്ടുന്നത് വരെ നീ പറഞ്ഞ പോലെ അവൾക്കൊരാശ ഞാൻ കൊടുക്കില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്ക്. അല്ല, നിന്റെ പ്ലാൻ എന്താ? വെറുതെ ഒരു ഇൻഫാക്ച്വേഷൻ ആണെങ്കിൽ വിട്ടേക്ക്. അനു പാവല്ലേടാ. ഏയ് നോ, നീ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ വെറുതെ എന്തോ പെട്ടെന്ന്, വേറെ ഒന്നുമില്ല. അവന്റെ വാക്കുകൾ പതറുന്നത് കിച്ചു ശ്രദ്ധിച്ചെങ്കിലും ഒന്നും പറയാതെ അവൻ കാർ മുന്നോട്ടെടുത്തു. വഴി മുഴുവൻ രണ്ടാളുടെയും മനസ്സ് പലവിധ ചിന്തകളിലായിരുന്നു. യാത്ര തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന മൗനം ദേവുവിനും ഡേവിക്കും ഇടയിൽ വഴിയുടെ നിളം തുടർന്നു. വീടിന് മുന്നിൽ വണ്ടി നിർത്തിയതും ദേവു വേഗം പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു മുന്നോട്ട് നടന്ന് തിരിച്ച് ദേവി ഇരിക്കുന്ന ഭാഗത്തെ ഗ്ലാസിൽ വന്നു കൊട്ടി. താങ്ക്സ്. അത്രമാത്രം പറഞ്ഞ് തിരിഞ്ഞു നടന്നതും പിന്നിൽ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയ ദേവു കണ്ടു കാറിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുന്ന ദേവിയെ. എനിക്ക് അമ്മുമോളെ ഒന്ന് കാണണം. ദേവിയുടെ ആവശ്യം കേട്ടതും ദേവ് കണ്ണും മിഴിച്ചു. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ദേവി മുന്നോട്ട് നടന്നിരുന്നു. ദേവ് ഓടിച്ചെന്ന് അവന് മുന്നിൽ തടസ്സമായി നിന്നു. ഈ നേരത്തെ സാർ അങ്ങോട്ട് വരുന്നത് ശരിയല്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമുള്ള വീടാണ്. അവിടെ ഒരാണിനെ കണ്ടാൽ നാളെ ഈ നാട്ടുകാർക്ക് പറഞ്ഞ് പരിഹസിക്കാൻ ഒരു കാരണമാവും. ദേവിയുടെ മുഖത്ത് നോക്കി ഉറപ്പോടെ തന്നെ ദേവ് പറയുമ്പോൾ ദേവിയുടെ മുഖത്ത് ഒരു വിജയച്ചിരി വിരിഞ്ഞു. അപ്പോ നിന്റെ ഭർത്താവ് ഇവിടെയില്ലേ? നിങ്ങൾ പെണ്ണുങ്ങളപ്പോ എങ്ങനെയാ ഒറ്റയ്ക്കാവുന്നത്? ദേവിയുടെ ചോദ്യത്തിന് മുന്നിൽ ദേവുവിന് ഉത്തരം മുട്ടി. അവൾ കണ്ണടച്ച് ഒരു നിമിഷം നിന്നു. അമ്മുമോളുടെ അച്ഛൻ ഞങ്ങൾക്കൊപ്പമില്ല. എവിടെയാണെന്നോ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഒന്നും അറിയില്ല. ഇനി കൂടുതൽ ചോദ്യങ്ങളായി വരാതിരിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ദേവു ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കുറെയൊക്കെ താൻ സംശയിച്ചതായതിനാൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും അവസാനം പറഞ്ഞ വാക്കുകൾ ദേവിയെ അടിമുടി ഞെട്ടിച്ചു. സംശയങ്ങൾ ഒരു കൂമ്പാരം തന്നെ മനസ്സിൽ രൂപപ്പെട്ടു. എന്തോ ചോദിക്കുവാനായി മുന്നോട്ടാഞ്ഞ ദേവിയെ ദേവു കൈ ഉയർത്തി തടഞ്ഞു. സാറിനറിയുന്ന ദേവഭദ്രയ്ക്കും അപ്പുറമുള്ള ഒരാളാണ് ഞാൻ. എന്റെ പാസ്റ്റോ, എന്തിന് ഞാൻ ആരാണെന്നോ എന്താണെന്നോ പോലും സാർ ഉൾപ്പെടെ ആർക്കും അറിയില്ല. അത് ആരോട് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ്. അത്രയും പറഞ്ഞ് അവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ദേവു തിരിഞ്ഞു നടന്നു. ദേവു പോയിട്ടും ഏറെ നേരം ദേവി അതേ നിൽപ്പ് തുടർന്നു. പല സംശയങ്ങൾ മനസ്സിലുണ്ടായെങ്കിലും ദേവുവിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നത് എന്തുകൊണ്ടോ അവന്റെ മനസ്സിന് സന്തോഷം നൽകി. അത് എന്തിനാണെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അമ്മുമോള് അവളെ ആരെങ്കിലും ചതിച്ചതാണോ? കുഞ്ഞിന്റെ അച്ഛൻ എവിടെയാണെന്ന് അറിയില്ല എന്നല്ലേ അവൾ പറഞ്ഞത്? അതിനർത്ഥം ഇവരെ ഉപേക്ഷിച്ചു പോയി എന്നാണോ? എന്തിനായിരിക്കും ഉപേക്ഷിച്ചത്? ചിന്തകൾ പലവിധം പാഞ്ഞതും അവൻ സ്വയം ശാസിച്ചു. അല്ല, ഞാൻ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ? അവളുടെ ഭർത്താവ് ആരായാലും എവിടെയായാലും എനിക്കെന്താ? അവള് കല്യാണം കഴിക്കേ ഉപേക്ഷിക്കേ എന്തോ ആയിക്കോട്ടെ, അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആവർത്തിച്ച് പറഞ്ഞ് ദേവി സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശേഷം അവിടെ നിന്നും കാറെടുത്തും ഓടിച്ചുപോയി.